നമസ്കാരം. പലർക്കും സംശയമുണ്ട്. എല്ലാ മാധ്യമങ്ങളും ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പീഡന കഥകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പലരും ആക്ഷേപമൊക്കെ ഉന്നയിച്ച് തുടങ്ങി. കാരണം എല്ലാവർക്കും മടുത്തു തുടങ്ങി. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം തന്നെയാണല്ലോ. പക്ഷേ എന്തോ അതിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. കാരണം അത്രത്തോളം നീചവും നിന്ദ്യവുമായ നടപടിക്രമങ്ങളാണ് പലപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ യുവതിയെ നിരന്തരമായി പീഡിപ്പിക്കുക, നിരന്തരമായി ഏകദേശം ഒരു 3 ഓളം വരുന്ന ബലാത്സംഗം, അതോടൊപ്പം തന്നെ ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ യുവതിയുടെ ഗർഭം കലക്കിക്കളയാൻ വേണ്ടിയിട്ട് മാരകമായ മരുന്ന് കൊടുക്കുക, അതിൽ ജീവൻ വരെ നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുക, അവിടെ നിന്ന് പിന്നീട് തീവ്രമായ മാനസിക പ്രശ്നം കാരണം ആ യുവതി 2 തവണ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ ഓരോ തവണയും അപ്ഡേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടിട്ട്. അതിനിടയിൽ കോൺഗ്രസ് തന്നെ ചേരിതിരിഞ്ഞ് പരസ്പരം ചെളിവാരിപ്പൊത്തുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നു. നാളെ കേരളം ഭരിക്കേണ്ടിയിരുന്ന ഒരു പാർട്ടിയാണ് ശരിക്കും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റേതെന്ന് പറയേണ്ടി വരും. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു നേതാവ് വരും ഭാവിയിൽ, അതായത് ഈ വരുന്ന 2026 പൊതു തെരഞ്ഞെടുപ്പിൽ UDF ഇവിടെ ഭൂരിപക്ഷം എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരു കൃത്യമായി പറഞ്ഞാൽ ഒരു മന്ത്രിയാവേണ്ടിയിരുന്ന ഒരാൾ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഇനിയും ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൈകഴുകി ഒഴിഞ്ഞു പോകാൻ വേണ്ടി നോക്കുന്ന ചില നേതാക്കന്മാർ മൂഢസ്വർഗത്തിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. ഇപ്പോഴും ഇതിനെ ഒരു രാഷ്ട്രീയം എന്ന് തന്നെ കണ്ടുകൊണ്ട് രാഷ്ട്രീയ ആരോപണം നടത്തുന്നു എന്നുള്ളതനുസരിച്ച് നോക്കുമ്പോൾ അവർക്കൊക്കെ ഇനിയും തലയിൽ വെളിച്ചം വീണിട്ടില്ലാത്തവർ എന്ന് നമ്മൾ പറയേണ്ടി വരും. ഇത്രയും ഇനിയിപ്പോൾ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് മൂവ് ചെയ്യുന്നു, മുൻകൂർ ജാമ്യാപേക്ഷ നൽകി കഴിഞ്ഞിരിക്കുന്നു. ജാമ്യം ലഭിക്കുമോ? എന്നാൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടം നൽകിയിരിക്കുന്ന മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒരുതരം കൺഫെഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നടന്ന കാര്യങ്ങൾ താൻ സമ്മതിക്കുന്നതിന് തുല്യമായി മാറിയിരിക്കുന്നു. ഈ യുവതിയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അത് പലതും പുറത്തിനി പറയാൻ പാടില്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. പല കാര്യങ്ങളും വളരെ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വയം ശവക്കുഴി തോണ്ടുന്നതിന് തുല്യമായ നടപടിയാണ് ശരിക്കും ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ, അതായത് ഈ മുൻകൂർ ജാമ്യത്തിനുള്ളിൽ എഴുതി വച്ചിരിക്കുന്നത്. അതിനകത്ത് വേണ്ട ആ ജാമ്യാപേക്ഷയിലുള്ളതെല്ലാം അത് തന്നെയാണ്. പിന്നെ ഇനി നോക്കിക്കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവിനെ സംബന്ധിച്ചിടത്തോളം ആ നേതാവിൻ്റെ അണികൾ അല്ലെങ്കിൽ അനുയായികൾ, സൗഹൃദങ്ങൾ എല്ലാം നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളുണ്ട്. എന്ന് വെച്ചാൽ അദ്ദേഹം ഇപ്പം ശരിക്കും പറഞ്ഞാൽ സ്ഥലത്തില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിനെ പിൻപറ്റി നിൽക്കുന്ന, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന കുറേയധികം, അദ്ദേഹം എന്നൊക്കെ പറയുന്ന ഇപ്പം ബഹുമാന പുരസ്സരം നമ്മൾ ഗോവിന്ദചാമി അവരെ വിളിക്കും. അപ്പോൾ അത് പോട്ടെ. അപ്പം അങ്ങനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ചാരി നിൽക്കുന്ന പലരെയും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അവരെല്ലാവരും നിരന്തരം സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ മുതിർന്ന പല നേതാക്കന്മാരെയും സൈബർ ആക്രമണത്തിലൂടെ അവരെ എല്ലാം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഉമാ തോമസ് ആകട്ടെ, ഇങ്ങോട്ട് നോക്കുമ്പോൾ ഷാനിമോൾ ഉസ്മാൻ അടക്കം, അതോടെ ബിന്ദു കൃഷ്ണ അടക്കം, രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം, കെ മുരളീധരൻ അടക്കം, രമേശ് ചെന്നിത്തലയടക്കം, VD സതീശനടക്കം എന്ന് വേണ്ട കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരെ എല്ലാം ഒന്നടങ്കം പുലഭ്യം പറയുന്ന തരത്തിലേക്ക് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും കാലം ഒളിവിൽ അല്ലെങ്കിൽ നാട് വിട്ട് ഇങ്ങനെ ഊരുതണ്ടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് പോലും ഇത്രത്തോളം സൈബർ കൂട്ടങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് പണിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ആ സൈബർ കൂട്ടങ്ങൾക്കിടയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് ചെറുതൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് പരിഗണനയിൽ എടുക്കേണ്ടതാണ്. ഇത് പരിഗണനയിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത്രയും ഒരാളെ രൂക്ഷമായി ഒരു പാർട്ടിയെ മൊത്തത്തിൽ ഇങ്ങനെ വിരൽത്തുമ്പിലിട്ട് അമ്മാനമാടുന്ന ഒരാൾക്ക് ഈ ഒരു കേസ് ഇല്ലാതാക്കാൻ വളരെ സിമ്പിളായി നടക്കും, അല്ലെങ്കിൽ വളരെ സിമ്പിളായി തന്നെ ഇല്ലാതാക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ മകുടോദാഹരണമല്ലേ ഇപ്പോൾ നമുക്കറിയാം. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം പിടിയിലായി. എന്തിനു വേണ്ടിയിട്ടാണ്? ഇതേപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി കുഴലൂത്ത് പണിയല്ലേ നടത്തിക്കൊണ്ടിരുന്നത്. നമ്മൾ നോക്കി വളരെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനാ ചുമതലയുള്ള APCC ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം എന്താ കാണിച്ചത്? മറ്റുള്ള അണികൾക്ക് പോസ്റ്റിന് ഇത് കമൻ്റ് ഇടാൻ വേണ്ടി പാകപ്പെടുത്തിക്കൊണ്ട് 2024 അദ്ദേഹം എടുത്ത ഒരു ചിത്രം ഇപ്പോൾ വൈറലായി. അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ പലതും പ്രചരിക്കുന്നത് നമ്മൾ കണ്ടതല്ലേ. അതായത് ആ പെൺകുട്ടി ആരാണ്, എന്താണ് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ഒരു ചിത്രങ്ങളല്ലേ ഇങ്ങനെ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം.
ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒളിവിലാണെങ്കിലും ശരി, ഓട്ടമാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ, അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വേണ്ടും വിധത്തിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയുന്ന ഒരു പറ്റം സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവർക്ക് പണം കൊടുത്തുകൊണ്ട് അവരെ PR ഏജൻസികളാക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇദ്ദേഹം പുറത്തുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതേ രാഹുൽ മാങ്കൂട്ടത്തിലെ ബെയിൽ എടുത്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്ന ഒരു വലിയ പ്രശ്നം എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത് കോടതി എന്തായാലും പരിഗണനയിലെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏതറ്റം വരെ പോകാനും ഇവിടുത്തെ എല്ലാ പറയുന്ന അധികാര സ്ഥാപനങ്ങളെ വെല്ലുവിളിക്കാനുള്ള ശേഷി ഇതേ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. ഇതും നമ്മൾ കണ്ടതാണ്. എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടൽ നടത്താനുള്ളൊരു ശേഷി, അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേരെ നിനക്കുള്ള സർവീസ് പാരിതോഷികം ഞാനങ്ങ് വെച്ചിട്ടുണ്ട്, നിനക്ക് തന്നേക്കാം എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ നമ്മൾ കണ്ടു. അപ്പം വെറുമൊരു MLA എന്നുള്ള നിലയിൽ നിന്ന് പോലും ഇത്രത്തോളം ധാർഷ്ട്യം കാണിക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഒരു യുവജന നേതാവ്, ആ യുവജന നേതാവിൻ്റെ പിന്നിൽ ഇത്രയധികം പടയാളികൾ കൂടി ഉള്ളപ്പോൾ തീർച്ചയായും ഈ പറയുന്ന അധികാര സ്ഥാപനങ്ങളെല്ലാം വിലക്കെടുക്കാനുള്ള കപ്പാസിറ്റി ആയെക്കൊണ്ട് അതല്ലേ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിനോടൊപ്പം ഒരു MP ഉണ്ടായിരുന്നു, അതോടൊപ്പം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന യൂത്ത് ലീഗിൻ്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, PK ഫിറോസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് നടത്തുന്ന ഒരു ഉപജാപക സംഘം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യവും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതോടൊപ്പം ഇനി തെളിവുകളുമായി ബന്ധപ്പെട്ട് തെളിവുകൾ നശിപ്പിക്കാൻ കഴിയും, തെളിവുകൾ കെട്ടിച്ചമയ്ക്കാൻ കഴിയും. അത്രത്തോളം ശേഷിയുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്. നമുക്കറിയാം എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞത്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി നിലനിൽക്കുന്ന ഒരു കേസാണ് വ്യാജ ID കാർഡ് നിർമ്മാണം. അതായത് ഒരു സംഘടനാ തെരഞ്ഞെടുപ്പിൽ പോലും വ്യാജ ID കാർഡ് നിർമ്മിക്കുകയും ആ ID കാർഡ് ഉപയോഗിച്ചുകൊണ്ട് വോട്ടിൻ്റെ തട്ടിപ്പ് നടത്തുകയും ചെയ്ത ഏറ്റവും വലിയ ഫ്രോഡല്ലേ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിന് ഈ നേതാക്കന്മാരുടെ എല്ലാം ഒത്താശയുണ്ടായിരുന്നത് പകൽ പോലെ വ്യക്തമല്ലേ. ഷാഫി പറമ്പിൽ അടക്കമുള്ള നേതാക്കളുടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഒരു നേതാവിനെ പലപ്പോഴും കറതീർന്ന ഒരു രാഷ്ട്രീയ നേതാവെന്ന് ഞാൻ പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ നേതാവ് സത്യം പറഞ്ഞ് ഈ ഷാഫി പറമ്പിലിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഷാഫി പറമ്പിൽ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. അതിനുശേഷം തനിക്ക് ചുറ്റും കുറേയധികം ആൾക്കാരെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഷാഫി പറമ്പിൽ ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഉള്ള നേതാക്കന്മാരെ ഷാഫി പറമ്പിൽ വളർത്തിക്കൊണ്ടുവരും. എന്തിനാണ് സ്വകാര്യമായി എന്തെങ്കിലും ലാഭം കിട്ടാതെ ഷാഫി പറമ്പിലിന് ഇങ്ങനെയുള്ള നേതാക്കന്മാരെ, ഇത്രയ്ക്ക് ഗജ ഫ്രോഡുകളായ നേതാക്കന്മാരെ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നോ? അപ്പോൾ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ പിന്നിൽ ഷാഫി പറമ്പിൽ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്? ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു MBA പോലും തൻ്റെ വരച്ച വരയിൽ നിർത്താൻ ശേഷിയുള്ള, വ്യാജമായ ID കാർഡുകൾ നിർമ്മിക്കാൻ ശേഷിയുള്ള, ഏത് ഉദ്യോഗസ്ഥൻ്റെ മേലെയും കുതിര കയറാൻ കെൽപ്പുള്ള ഒരു നേതാവായി വളർന്നു വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ തെളിവുകൾ നശിപ്പിക്കാൻ എളുപ്പമാണ്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടിയെ ചിലപ്പോൾ കൊലപ്പെടുത്താൻ വരെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മടിക്കില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ഇതേപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപഹസിച്ച് ഒടുവിൽ ആ യുവതിക്ക് മനം മടുത്ത് ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സംഭവം സിമ്പിളായില്ലേ. അതോടൊപ്പം തന്നെ ഇനിയും കൊലപ്പെടുത്തിക്കളയും, നിന്നെ കൊല്ലും എന്ന് വരെ പറയാൻ ഭീഷണി മുഴക്കുന്ന ഒരാൾ ഒന്നാലോചിച്ച് നോക്കൂ. ഇവിടെ പീഡനക്കേസുണ്ട്, അതോടൊപ്പം തന്നെ ഭ്രൂണഹത്യയുണ്ട്. നമ്മൾ പലരെയും എടുത്തുനിന്ന് പരിശോധിച്ച് നോക്കൂ. ഗോവിന്ദചാമി എങ്ങനെയായിരുന്നു? ഗോവിന്ദചാമിക്ക് ഒരാളോട് ഉള്ള അത് പൂർത്തീകരിക്കുക, സെക്ഷലായിട്ടൊരു തോന്നുന്ന ഒരു ഫ്രസ്ട്രേഷൻ അവിടെ അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഗോവിന്ദചാമി നടത്തിയൊരു തീരുമാനം. അവിടെ നമുക്കറിയാം 90കളിൽ നടന്ന ഡൽഹിയിൽ നടന്ന തന്തൂരി കേസ് അങ്ങനെയായിരുന്നു. സ്വന്തം ഭാര്യയെ വെടിവെച്ച് കൊന്നതിന് ശേഷം അവരെ കൊണ്ടുവന്നും മുറിച്ച് കഷ്ണങ്ങളാക്കി തന്തൂരി അടുപ്പിനകത്തിട്ട് ദഹിപ്പിച്ചെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതൊരു കോൺഗ്രസ്സുകാരൻ തന്നെ ആയിരുന്നു. അപ്പോൾ പിന്നീട് ഇങ്ങോട്ട് നോക്കിയ പ്രജ്വൽ രേവണ്ണയെ പോലെ ഒരാളെ നമുക്കറിയാം സീരിയസ് ആയിട്ട് തന്നെ ബലാത്സംഗം നടത്തുകയും ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തത്. അതോടൊപ്പം പിന്നീട് ആ കൂട്ടത്തിലേക്ക് എഴുതി ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരാളായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ 100 കണക്കിന് പരാതിയുണ്ടെന്ന് രമേശ് ചെന്നിത്തല പോലും സമ്മതിക്കുന്നു. ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് പരാതി വന്ന മാത്രയിൽ തന്നെ നടപടിയെടുത്തുകൊണ്ട് സ്വന്തം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്ന VD സതീശൻ. കടലിരമ്പി വന്നാൽ പോലും ആ നിലപാടിൽ നിന്ന് ഒരു അണുകിട മാറ്റമുണ്ടാകില്ല എന്ന് തന്നെയാണ് VD സതീശൻ പറയുന്നത്. അപ്പോൾ ഇവരൊക്കെയല്ലേ ശരിക്കും താരങ്ങളായി നിൽക്കേണ്ട ആളുകൾ, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാരല്ലേ ശരിക്കും നേതാക്കന്മാരാകേണ്ടത്. അല്ലാതെ ഈ പറയുന്ന ഫ്രോഡുകൾക്ക് വേണ്ടിയിട്ട് വിടുപണി ചെയ്ത് കൊടുക്കുന്നവരൊന്നും ഒരു നേതാക്കന്മാരൊന്നും അല്ല. അതിനിപ്പോൾ ഷാഫി പറമ്പിലാണെങ്കിൽ ശരി, സുധാകരനാണെങ്കിലും ശരി. ഈ സുധാകരനൊക്കെ ഈ പ്രായത്തിൽ എന്തിൻ്റെ കേടാണ് ശരിക്കും? അതോ സുധാകരനെ മറ്റെന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി നിർത്തിയിരിക്കുകയാണോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു.
അപ്പോൾ ഇങ്ങനെയെല്ലാം നിൽക്കുന്ന ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയിപ്പം മുൻകൂർ ജാമ്യം നേടി പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇവിടെ എന്തെല്ലാം കാട്ടിക്കൂട്ടും എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കുന്നതിനൊക്കെ അപ്പുറമായിരിക്കും. സിമ്പിളായിട്ട് നമ്മൾ വളരെ ലോജിക്കോടുകൂടി നമ്മൾ വളരെ ലളിതമായി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന മുൻകൂർ ജാമ്യ ഹർജിയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് തന്നെ ഗുരുക്കാണ് എന്നുള്ള വേറൊരു കാര്യം. പിന്നെ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇയാൾ നടത്താൻ സാധ്യതയുള്ള എല്ലാവിധ പ്രവർത്തനങ്ങളും ഈ പറയുന്ന ഗോവിന്ദച്ചാമിയോട് ഉപമിക്കാൻ കഴിയുമോ? ഇല്ല. ഗോവിന്ദച്ചാമി അവിടെ വളരെ സ്ട്രെയിറ്റ് ആയിരുന്നു. ഗോവിന്ദച്ചാമി കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഗോവിന്ദച്ചാമിക്ക് വേണ്ടത് സെക്ഷൽ ഫ്രസ്ട്രേഷൻ. ഒടുവിൽ പിടിക്കപ്പെടുമെന്നായപ്പോൾ ആ പെൺകുട്ടീനെ ട്രെയിനിൽ നിന്ന് തള്ളി താഴെയിട്ട് കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നു. അവിടെ അത് കഴിയുന്നു. ഇപ്പോൾ ഡൽഹി പിന്നെ ഒരു പെൺകുട്ടിയെ നിർഭയ കേസുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ എന്താ സംഭവിച്ചത്? അവർക്ക് വേണ്ടത് പ്രണയമായിരുന്നില്ല, സെക്ഷൽ ഫ്രസ്ട്രേഷൻ തീർക്കുക. അവർക്ക് അവരുടേതായ ചില കാരണങ്ങളുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ആയിരുന്നു. വളരെ ഇതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഇവരെയൊക്കെ അധികരിച്ച് നിൽക്കുന്ന ഒരു ഇതല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത്. ആ പെൺകുട്ടിയെ ആദ്യം അതായത് അവരുടെ ഹസ്ബൻഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സംസാരിച്ച് തീർക്കുന്നതിന് വേണ്ടി ഒരു സുഹൃത്തെന്ന നിലയിൽ കൂടുന്നു. ആ സുഹൃത്തിൽ നിന്ന് അത് വളരുന്നു, ആ ബന്ധത്തെ വളർത്തിക്കൊണ്ടുവരുന്നു. പിന്നീട് ആ കുട്ടിയിൽ വളരെയധികം ഈ കെയറേട്ടൻ്റെ ഒരു രീതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുന്നു. പിന്നീട് കെയറേട്ടനായി മാറുന്നു. കെയറേട്ടനിൽ നിന്നും പിന്നീട് ഈ രീതിയിലേക്ക് വരെ കൊണ്ട് എത്തിക്കാൻ വേണ്ടി എടുത്ത ഒരു അല്ലെന്നുണ്ടെങ്കിൽ ചിലവാക്കിയ സമയമുണ്ടല്ലോ. ഇത് സ്വന്തം നാട്ടിലെ ജനങ്ങളോട് കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് പിന്നെ ഏറ്റവും മികച്ച MLAക്കുള്ള പുരസ്കാരം കിട്ടിയേനെ. ഇത്രയും കെയർ ജനങ്ങളുടെ കാര്യത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് ജനങ്ങളുടെ കാര്യത്തിൽ കാണിച്ചിരുന്നെങ്കിൽ. അപ്പോൾ എന്നിട്ട് വളരെ തന്ത്രപരമായി മുങ്ങുന്നു. അവിടെയാണ് രസം. ഇത്രയും കാലം ഒളിവിൽ പോവുകയും പിന്നീട് അതായത് വളരെ ഇത്രയും കാര്യങ്ങളൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടി ഒരു പെൺകുട്ടിയെ മരണക്കിടക്കയിലേക്ക് തള്ളിവിട്ടതിന് ശേഷം മുങ്ങുകയാണ്. അതിന് ഉദാഹരണമല്ലേ ആ പെൺകുട്ടി പോലീസിന് CM-ന് പരാതി കൊടുത്ത് തിരിച്ചിറങ്ങി വരുന്ന വഴിയിൽ ആ കുട്ടി തലകറങ്ങി വീഴുകയാണെന്നേ. അത്രത്തോളം ഫ്രസ്ട്രേറ്റഡായി, അത്രത്തോളം തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ആ പെൺകുട്ടി. അപ്പോൾ അത്തരത്തിലുള്ള എന്നിട്ട് പല മാധ്യമങ്ങളെയും കൂട്ടുപിടിച്ച് പണം ധാരാളമായി ഒഴുക്കിക്കൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കളിയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത ഒരാളെ ഇനി എങ്ങനെയാണ് ഒരു മുൻകൂർ ജാമ്യം കൊടുത്ത് പുറത്തേക്ക് ഇറക്കി വിടുക? നാളെ എന്ത് സുരക്ഷിതത്വം കോടതിക്ക് ഈ പെൺകുട്ടിയുടെ ജീവൻ്റെ കാര്യത്തിൽ കൊടുക്കാൻ കഴിയും? ഇനി ഈ കുട്ടി കൂടുതൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അപഹസിക്കപ്പെടില്ല എന്നൊരു ഉറപ്പ് കൊടുക്കാൻ നമ്മുടെ നിയമ സംവിധാനത്തിന് കഴിയുമോ? അങ്ങനെ ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ടായിരിക്കണം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാൾക്ക് ഒരു ഇത് കൊടുക്കേണ്ടത്, മുൻകൂർ ജാമ്യം കൊടുക്കേണ്ടത്. ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പരിഗണിക്കപ്പെടേണ്ടതുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ ചുരുക്കമാണ് എന്ന് തന്നെ നമുക്ക് പറയാം.